ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കപ്പക്ക മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പക്കയാണ് എടുത്തത്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ചില സ്ഥലത്തൊക്കെ ഇതിന് പപ്പായ എന്നും കപ്പളങ്ങ എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് കപ്പക്ക എന്നാണ് പറയാറ്. തൊലി കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കണം. കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു 15 കുഞ്ഞുള്ളിയാണ് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 കാന്താരി മുളകാണ് ചേർക്കുന്നത്. ഈ മുളകിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് 15 എണ്ണം ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ ഒരു 5 എണ്ണം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി മെഴുക്ക് പുരട്ടി പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഉഴുന്ന് പരിപ്പ് മൂത്ത് ഒരു ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ ഉഴുന്ന് പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്നും വഴറ്റേണ്ടതില്ല. ഇതിൻ്റെ ഒരു പച്ചച്ചുവ നന്നായി ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് നന്നായി ക്രഷ് ചെയ്തെടുത്തത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചച്ചുവ മാറാനായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കപ്പക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ വെച്ചിട്ട് 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി 1-2 തവണ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ കപ്പക്ക എല്ലാ ഭാഗത്തും വെന്ത് കിട്ടുകയുള്ളൂ. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പാകമായാൽ മതി. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ കപ്പക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.